ഇന്നത്തെ എപ്പിസോഡിൽ യാദൃശികമായി ദേവ്യാനി ആദർശിന്റെ ഫോൺ എടുക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ ചില നെട്ടിക്കുന്ന സത്യങ്ങളാണ് ദേവ്യാനി അതിൽ കാണുന്നത് കേട്ടോ. ദേവ്യാനി അത് കണ്ടത് മുതൽ കരയാൻ തുടങ്ങാണ്. എന്തായിരിക്കും ദേവ്യാനി ആ ഫോണിൽ കണ്ടത്? എന്തായാലും ഇന്നത്തോടു കൂടി ദേവ്യാനി സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നയനയെ ദേവ്യാനി നെഞ്ചോട് ചേർക്കുകയാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിളിന് ചുറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ. ജാനകി ആണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കായിട്ട് ഭക്ഷണം വിളമ്പുന്നുണ്ട്. ഇന്നെന്തോ ജാനകിയും ജലജയും കൂടി പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ ദേവ്യാനി ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്തെങ്കിലും സ്പെഷ്യൽ ആണോ? ഇത് ഇതുവരെ ഇവിടെ ഉണ്ടാക്കി കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, ആ ഇന്ന് എല്ലാവർക്കും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി. എന്റെ അനാമിക മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇത്. എന്ത് പറയാനാ, ഇപ്പൊ മോളെ കുറിച്ച് എനിക്കൊഴികെ ഇവിടെ ആർക്കും ചിന്തയില്ലല്ലോ. ഇത് കേട്ടപ്പോ ദേവ്യാനി അനിയോട് പറയുന്നുണ്ട്, മോനെ അനി, നിനക്ക് എന്താടാ അനാമിക മോളെ പോയി ഒന്ന് വിളിച്ചോണ്ട് വന്നാ? ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ ഇങ്ങനെ അവളെ വിളിച്ചോണ്ട് വരാതിരിക്കുന്നത്? നീ ഈ ചെയ്യുന്നതൊന്നും ദൈവത്തിന് നിരക്കാത്ത കാര്യമാണ് കേട്ടോ അനി. അപ്പൊ അനി പറയുന്നുണ്ട്, വലിമേ ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക, ആ സമയത്ത് ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും വേണ്ട. അപ്പൊ ജാനകി പറയുന്നുണ്ട്, അതേടാ നിനക്കൊന്നും വേണ്ടി വരില്ല, അല്ലേലും മോൾക്ക് നിന്റെ കൂടെ നിൽക്കാൻ ഒരു താല്പര്യമില്ല. പിന്നെ ഈ ബന്ധം ശിഥിലമായി പോരുതെന്ന് എനിക്കുണ്ട്, അതുകൊണ്ട് മാത്രമാ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേ അമ്മേ, ഞാൻ പറഞ്ഞല്ലോ അമ്മേ, ഞാനിപ്പോ ഭക്ഷണം കഴിക്കാന്ന്. എന്തിനാ അവളെ കുറിച്ച് എപ്പോഴും എന്നോട് ഇങ്ങനെ പറയുന്നത്? അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ചെറിയമ്മേ അവനിപ്പോ ഭക്ഷണം കഴിക്കുകയല്ലേ, അവൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചെറിയമ്മയ്ക്ക് ഇതൊക്കെ സംസാരിച്ചൂടെ? അതേടാ നീ അതൊക്കെ തന്നെ പറയുള്ളൂ, ഇവനെ പറഞ്ഞ് തിരുത്തേണ്ടവനാ നീ. അതിനു പകരം നീ എന്താ ചെയ്യുന്നത്? നിന്റെ ഭാര്യയുടെ അനിയത്തിയും കൊണ്ട് ഇവൻ അടുപ്പിക്കുക. എന്തായാലും ഇതൊന്നും അത്ര നല്ലതല്ല ആദർശേ, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നിന്റെ ഭാര്യയുടെ കൂടെ കൂടിയാ നിന്റെ സ്വഭാവം ഇത്രയ്ക്കും ചീത്തയാകരുത്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒന്ന് നിർത്തുന്നുണ്ടോ? കുറെ നേരമായി തുടങ്ങിയിട്ട് ഈ കുടുംബത്തിനകത്ത് സ്വസ്ഥതയും സമാധാനവും ഇല്ല. ഭക്ഷണം കഴിക്കാൻ ഇരുന്നാലെങ്കിലും എല്ലാവരും ഒന്ന് വായടക്കി മിണ്ടാതിരിക്കുവോ? ഇതും പറഞ്ഞ് മുത്തശ്ശന് ദേഷ്യം പിടിച്ച് അവിടുന്ന് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ആർക്കു വേണ്ടിയാ? അദ്ദേഹത്തിന്റെ അസുഖത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബോധ്യമില്ലേ? എന്നിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തിനാ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? മോനെ അനി, നീ എത്രയും പെട്ടെന്ന് പോയിട്ട് അനാമികമോളെ വിളിച്ചോണ്ട് വാ. ഇനി അതിന്റെ പേരിൽ ഈ വീട്ടിലൊരു വഴക്ക് വേണ്ട. ഇതും പറഞ്ഞ് മുത്തശ്ശി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അനി പറയുന്നുണ്ട്, തൃപ്തിയായില്ല അമ്മയ്ക്ക്? ഇപ്പൊ സമാധാനമായി കാണുമല്ലേ ഞാൻ അവളെ വിളിച്ചോണ്ട് വരുമെന്ന്? അമ്മ ഒന്നാലോചിച്ചാൽ നല്ലതാ. അമ്മ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ചിലരൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അമ്മയുടെ സ്വഭാവം വളരെ മോശമായിരിക്കുക. അപ്പൊ അജയൻ പറയുന്നുണ്ട്, അതെ ജാനകി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പോഴുള്ള സ്വഭാവത്തിലെ ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. എല്ലാവർക്കും എപ്പോഴും എന്നെ കടിച്ചു തിന്നാനേ അറിയൂ. കുറച്ച് കഴിഞ്ഞാൽ അറിയാം ആരുടെ ഭാഗത്തെ സത്യമെന്ന്. അപ്പം മനസ്സിലാക്കും ആ നയനയും നവ്യയും അവളുടെ വീട്ടുകാരെ കുറിച്ചൊക്കെ. ഇപ്പോഴൊക്കെ നിങ്ങൾ അവൾ നന്നായിട്ട് പുകഴ്ത്തി തലയിൽ വെക്കി. ഇതും പറഞ്ഞ് ജാനകി അവിടുന്ന് ദേഷ്യം പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഒരു സമാധാനവും ഇല്ല. ദിവസം കൂടുന്തോറും ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇരട്ടിച്ചോണ്ടിരിക്കുക. മലയ്ക്ക് പോയി വന്നാലെങ്കിലും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതിയതാ. എന്നാൽ അതിനൊക്കെ വിപരീതം ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ആ ജയം പറയുന്നുണ്ട്, ദേവേനി നിനക്കിപ്പോ വെറുതെ സ്ട്രെയിൻ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ വെറുതെ ഈ വിഷയത്തിൽ ഇടപെടണ്ട, ആ ഭക്ഷണം കഴിക്കാൻ നോക്ക്. അങ്ങനെ ദേവ്യാനിയും ബാക്കിയുള്ളവരെല്ലാവരും അപ്പോഴാണ് കേട്ടോ ഭക്ഷണം എടുത്ത് വായിലോട്ട് വെക്കുന്നത്. അങ്ങനെ ദേവ്യാനി ഭക്ഷണം എടുത്ത് വായിലോട്ട് വെക്കുന്ന സമയത്ത് ദേവ്യാനിക്ക് എന്തൊക്കെയോ ചമർപ്പും ടേസ്റ്റ് ഇല്ലായ്മയൊക്കെ തോന്നുകയാണ് കേട്ടോ. പക്ഷേ ഇതെന്താ ഈ ജാനകി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അപ്പൊ അജയൻ പറയുന്നുണ്ട്, അതെ അവക്കിപ്പോ പണ്ടുണ്ടായിരുന്ന കൈപ്പുണ്യൊന്നും ഇല്ല, ഇതൊന്നും വായിലേക്ക് വെക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, നയന ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. അതെ നയനമോളുടെ കൈപ്പുണ്യം വേറൊന്നു തന്നെയാ. സത്യം പറയല ആദർശേ, അതിന്റെ രുചി ഇപ്പോഴും എന്റെ വായിന്ന് പോകുന്നില്ല. ഇതും പറഞ്ഞ് അവരെല്ലാവരും പരസ്പരം ചിരിക്കുന്ന സമയത്ത് ദേവിയൻ ഇങ്ങനെ സ്വയം മനസ്സിൽ കരുതുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അവളുണ്ടാക്കുന്ന ഭക്ഷണം അതൊന്ന് വേറെയാ. ഇതിപ്പോ ഞാൻ എങ്ങനെയാണാവോ കഴിക്കുക? അപ്പൊ ജയൻ പറയുന്നുണ്ട്, ദേവേനി നീ എന്താ നോക്കിയിരിക്കുന്നത്? എടുത്ത് കഴിക്കി. എനിക്ക് വേണ്ട ജയേട്ടാ. അതെന്താ, നിനക്ക് മരുന്ന് കഴിക്കാനുള്ളതല്ലേ? എന്തായാലും അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, നീ ഇത് കഴിക്കാൻ നോക്ക്. അങ്ങനെ ദേവേനി ചടച്ച മനസ്സോടെ ആ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ദേവ്യാനി നയനയെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് ദേവ്യാനിയാണ്. ദേവ്യാനി ഓരോന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതായത് ആലോചിക്കുന്നത് മുഴുവനും നയനയെ കുറിച്ചാണ്. ആ നയനയ്ക്ക് എന്താ സംഭവിച്ചത് പെട്ടെന്ന്? അവളാണോ എനിക്ക് കരൾ തന്ന് സഹായിച്ചത്? എനിക്കൊന്നും അറിയില്ലല്ലോ. എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇവൻ എന്തുകൊണ്ടാ എനിക്ക് ആ കുട്ടിയെ കാണിച്ചു തരാത്തത്? എന്തായാലും എനിക്കിന്ന് രണ്ടിലൊന്ന് അറിയണം. ആദർശ് പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കും. നയനയാണോ എന്നെ സഹായിച്ചതെന്ന് എനിക്ക് അറിയണം. ഇനി അങ്ങനെയാണെങ്കിൽ
ഞാൻ നയനയുടെ മുന്നിൽ എത്ര ചെറുതാവും. ഇതങ്ങനെ മുന്നോട്ട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എന്തായാലും ഇന്ന് എനിക്കിത് അറിഞ്ഞേ പറ്റൂ. അങ്ങനെ രണ്ടു കൽപ്പിച്ച് ദേവേനി ആദർശിന്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. ആദർശിന്റെ മുറിയിലോട്ട് കയറുമ്പോൾ തന്നെ ആദർശിന്റെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ മുറിയിൽ നിന്ന് ആരും എടുക്കുന്നില്ല. കാരണം ആദർശ് ബാത്റൂമിനുള്ളിലാണ്. ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ ദേവയാനി ആദർശിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ബാത്റൂമിൽ ഇരിക്കുന്ന ആദർശ് ദേവയാനി വിളിക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ദേവയാനി ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് ആരാണ് വിളിക്കുന്നതെന്ന്. ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറാണ് കേട്ടോ ആദർശിന് ഫോൺ ചെയ്യുന്നത്. ആ, ഇത് ഡോക്ടർ നമ്പർ അല്ലേ? ഇനി എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുകയായിരിക്കോ? ആ, എന്തായാലും ദേവയാനി രണ്ടു കൽപ്പിച്ച ഫോൺ എടുക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനി ഹലോ എന്ന് പറയാൻ നിൽക്കുമ്പോൾ തന്നെ അവിടുന്ന് മറുപടി വരികയാണ് കേട്ടോ. ഹലോ ആദർശ്, നയനയുമായിട്ട് വൈകുന്നേരം ചെക്കപ്പിന് വന്നോളൂ. ഞാൻ ആ സമയം ഫ്രീ ആയിരിക്കും. പിന്നെ ദേവയാനിയുടെ ഇത് പടുത്ത് നോക്കിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് നയനയെ മാത്രം കൊണ്ടുവന്നാൽ മതി. ഇത് കേട്ടപ്പോൾ തന്നെ ദേവയാനിക്ക് കൺഫേം ആവാണ് നയനയാണ് തനിക്ക് കരൾ തന്നതെന്ന്. ഹലോ ആദർശ്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ ദേവയാനിയുടെ ഹെൽത്താണ് നോക്കേണ്ടത്. ദേവയാനിയുടെ ഹെൽത്ത് ഇപ്പം ഏകദേശം ഓക്കെയാ. ഇനി നയനയുടെ ഹെൽത്താണ് നമുക്ക് നോക്കേണ്ടത്. ആ കുട്ടിക്ക് കുറച്ച് ബ്ലഡ് കുറവൊക്കെ ഉണ്ട്. പിന്നെ അധികം സ്ട്രെയിൻ എടുത്ത രീതിയിലുള്ള പണികളൊന്നും ആ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഡോക്ടർക്ക് തിരിച്ച് മറുപടി ഒന്നും കിട്ടാത്തതുകൊണ്ട് എന്തോ സംശയം തോന്നുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഹലോ ആദർശ്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്നാൽ അപ്പുറത്തുനിന്ന് തിരിച്ച് ദേവ്യാനി ഒരു മറുപടിയും കൊടുക്കുന്നില്ല കേട്ടോ. ദേവ്യാനി ആകെ തകർന്നു പോയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഫോൺ എടുത്തിട്ടുണ്ടല്ലോ, എന്നിട്ട് എന്താ ആദർശൊന്നും മിണ്ടാത്തത്? ഇനി എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂ ആയിരിക്കുമോ? ഇതും പറഞ്ഞ് ഡോക്ടർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആകെ തകർന്ന രീതിയിൽ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആകെ വല്ലാതായ രീതിയിൽ തകർന്നു പോയി നിൽക്കുകയാണ് ദേവയാനി. ആ സമയത്ത് തന്നെ ആദർശ് ബാത്റൂമിന്റെ ഡോർ തുറന്ന് പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. വന്നപ്പോൾ തന്നെ കാണുന്നത് ദേവയാനിയുടെ ആ നിശ്ചലമായ നിൽപ്പാണ്. ആ, അമ്മയോ? അമ്മ എന്താ ഇവിടെ? എന്നാ ഒരേ ഒരു നോട്ടം തന്നെ ദേവയാനി ആദർശിനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കാണ്. മറ്റൊന്നും പറയുന്നില്ല കേട്ടോ. ഇത് കണ്ടപ്പോൾ ആദർശിനാകെ പേടിയാവാണ്. അമ്മേ, അമ്മേ, എന്താ അമ്മേ? അപ്പോഴാണ് ദേവയാനിയുടെ കയ്യിൽ ആദർശിന്റെ ഫോണ് കാണുന്നത്. അപ്പൊ തന്നെ ദേവയാനിയുടെ കയ്യിൽ നിന്ന് ആദർശ് ഫോൺ വാങ്ങിച്ചിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഡോക്ടർ വിളിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ആദർശ് ആകെ ഒന്ന് ഞെട്ടിപ്പോവാൻ കേട്ടോ. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ആദർശേ, ഇനിയും നീ എന്നോട് കള്ളം പറയോ? എന്നെ നിന്റെ ഭാര്യയാണോ സഹായിച്ചത്? ആണോന്ന്? അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അമ്മ അപ്സെറ്റ് ആവാതിരിക്കേ. നയനയൊന്നല്ല അമ്മയെ സഹായിച്ചത്. അതെ, ഇനി നീ എന്നോട് ഒരു കള്ളവും പറയണ്ട. എനിക്കറിയാം എന്നെ സഹായിച്ചത് നയന മോളാണ്. മാറിക്ക്. ഇതും പറഞ്ഞ് ദേവയാനി അവിടുന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവാൻ കേട്ടോ. അത് കണ്ടപ്പോൾ ആദർശിന് ആകെ വിഷമാവാണ്. ആദർശിന് കരച്ചിലൊക്കെ വരുന്നുണ്ട്. എന്തായാലും ആദർശ് തിരിച്ച് ഡോക്ടർക്ക് വിളിക്കാണ് കേട്ടോ. കാരണം സത്യങ്ങളൊക്കെ അറിയണ്ടേ. എന്തായാലും ഡോക്ടർ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ ഡോക്ടർ. ആ ആദർശ്, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് ഞാൻ ഫ്രീ ആയിരിക്കും. നയനയുമായിട്ട് ഹോസ്പിറ്റലിലോട്ട് വരാൻ പറഞ്ഞു. പക്ഷേ തിരിച്ച് മറുപടിയൊന്നും കിട്ടിയില്ല. ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂ ആണോ? അയ്യോ, അപ്പോൾ ഡോക്ടർ എല്ലാം പറഞ്ഞോ? എന്തു പറ്റി ആദർശ്? ഡോക്ടർ, ആ ഫോൺ എടുത്തത് അമ്മയായിരുന്നു. ഓ ഗോഡ്, ദേവേനയായിരുന്നു ഫോൺ എടുത്തത്. അതെ ഡോക്ടർ, ഇനി ഞാൻ എന്താ ചെയ്യുക? അയ്യോ, ഞാനത് ഒട്ടും ആലോചിച്ചില്ല. ഡോക്ടർ, ഇനി ഞാൻ എന്താ ചെയ്യുക ഡോക്ടർ? ആദർശ് എന്തായാലും അമ്മയുടെ അടുത്തേക്ക് ചെല്ലൂ, അവരെ സമാധാനിപ്പിക്കുക. ഇതും പറഞ്ഞ് ഡോക്ടർ ഫോൺ കട്ട് ചെയ്യുന്നേരിട്ടോ. ആദർശ് നേരെ അമ്മയുടെ അടുത്തേക്ക് ഓടി പോവുകയാണ്. ദേവിയാണെങ്കിൽ ആകെ തകർന്ന രീതിയിൽ സോഫയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. എല്ലാവരും കാണാൻ ആഗ്രഹിച്ച ആ ഒരു കിടിലൻ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് വരാനിരിക്കുന്നത്. ഇനി എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.